ലോങ് ടേമിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ്സുകാരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ ഏരിയകളിലാണ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് മെക്കിൻസി ഡെവലപ്പ് ചെയ്തിട്ടുള്ള 7S ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് മോഡൽ. ലോങ് ടേമിൽ നിലനിൽക്കുന്ന ഒരു എൻറ്റിറ്റി ആക്കി അതിനെ മാറ്റുന്നതിനുള്ള നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട 7 ഘടകങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. 7S ഫ്രെയിംവർക്കിൽ അവിടെ 7 ഇലമെന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് സ്ട്രാറ്റജി. നമ്മൾ ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടേം കൂടിയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാരിറ്റി ഉള്ള ഒരു ലോങ് ടേം പ്ലാൻ എന്നാണ്. 20 വർഷം കഴിയുമ്പോൾ നമ്മളെ ബിസിനസ് എവിടെ എത്തണം എന്ന് നമുക്ക് വ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതേ സമയത്ത് നമ്മൾ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഇട്ട് വർക്ക് ചെയ്യേണ്ട ഒരു പീരീഡ് എന്ന് പറയുന്നത് 3 വർഷമാണ്. ഈ ഒരു 3 വർഷം നമ്മളെ റിസോഴ്സുകൾ, നമ്മളെ ഫണ്ട്, ടൈം ഇങ്ങനെ തുടങ്ങിയ നമ്മളെ റിസോഴ്സുകൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ മാർക്കറ്റിൽ നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന, നമ്മൾ നിൽക്കുന്നത് ഏത് മേഖല ആയിക്കോട്ടെ, പ്രോഡക്റ്റ് സർവീസോ അല്ലെങ്കിൽ നമ്മൾ ഏത് മാനുഫാക്ചറിങ്ങോ ട്രേഡിങ്ങോ സർവീസോ ഏത് സെഗ്മെന്റോ ആയിക്കോട്ടെ, നമ്മളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബ്രാൻഡുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മുടെ ബിസിനസ്സിലെ എല്ലാ കക്ഷികൾക്കും, നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ കക്ഷികൾക്കും വാല്യൂ കൊടുക്കാൻ പറ്റുക, ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുക. അവിടെ പ്രധാനമായും ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ പ്രധാന കീ പാർട്ടീസിനൊക്കെ വേണ്ട, അവരെ അർഹിക്കുന്ന രീതിയിലുള്ള വാല്യൂ, ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുക. ഇതാണ് സ്ട്രാറ്റജി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു ആംഗിൾ, ഒരു പ്ലാനിങ് ആംഗിൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്